بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله حيثما كنتم أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ മുഅ്മിനീങ്ങളെ, സർവശക്തനായ അല്ലാഹുവിനെ ഭയപ്പെട്ട് നല്ല മുഅ്മിനായി, മുസ്ലിമായി, മുവഹ്ഹിദായി ജീവിച്ചു മരിക്കാൻ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഞാൻ എന്നോടും അല്ലാഹുവിന്റെ ഭവനത്തിൽ വന്നു ചേർന്ന നമ്മളിൽ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഭൂമിയിലേക്ക് നമ്മളാരും അറിയാതെ അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് അതിന്റെ ഘട്ടങ്ങളെല്ലാം സർവശക്തനായ അല്ലാഹു പൂർത്തീകരിച്ച് നമ്മെ അല്ലാഹു പുറത്തു കൊണ്ടുവന്നു. അതിനപ്പുറം പ്രായപൂർത്തി എത്തുന്നത് വരെ നമ്മെ അല്ലാഹു ഈ ഭൂമിയിൽ നിർത്തി. അതിനുമപ്പുറം ഇന്ന് ഈ പള്ളിയിൽ വന്ന 60, 50, 40, 30 ഒക്കെ വയസ്സുള്ള ആളുകളാക്കി ഈ ഭൂമിയിൽ പതിറ്റാണ്ടുകൾ ജീവിക്കുവാനുള്ള അവസരവും സർവശക്തനായ അല്ലാഹു നൽകി. പിറന്നു വീണ ഉടനെ ഭൂമിയിൽ നിന്ന് വിട്ടുപോയവരുണ്ട്. പ്രസവിച്ച അന്ന് ആ കുഞ്ഞിന് ജന്മം നൽകാൻ കാരണക്കാരിയാക്കി അല്ലാഹു വെച്ച ഉമ്മയും മരണപ്പെട്ടു പോയവരും. ആ ഉമ്മയുടെ മരണത്തിന് ശേഷം കുഞ്ഞു മാത്രം ബാക്കിയാവുകയും ആ കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തുകയും കുട്ടുകുടുംബം, ബന്ധുമിത്രാദികൾ ആ കുഞ്ഞിന് സംരക്ഷണം കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന അങ്ങനെയുള്ള മക്കളുമുണ്ട്. എല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാണ്, അതൊരു പരീക്ഷണമാണ്. കാത്തിരുന്ന് ഒരു കുഞ്ഞിനെ കിട്ടി. ആ കുഞ്ഞ് ഉപ്പയോടൊപ്പം ഉമ്മയോടൊപ്പം എല്ലാറ്റിനും ഒന്ന് സഹായിക്കാനായി എന്ന് തോന്നുന്ന സമയത്ത് അല്ലാഹു തിരിച്ചു വിളിച്ച കുറെ നമ്മുടെ അനുജന്മാർ ലോകത്തുനിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. എന്റെ കൂട്ടുകാരന്റെ മോൻ 17 വയസ്സിൽ മലപ്പുറം ജില്ലയിലെ മമ്പാടിൽ ആദർശ രംഗത്ത് വാപ്പയും ആ മോനുമൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ആ മോൻ സുബഹി നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ഉമ്മയോടും വാപ്പയോടും പറയും, നിങ്ങൾ അവിടെ ഇരിക്കും, ഞാൻ ഉണ്ടാക്കി തരാൻ നിങ്ങൾക്ക് വേണ്ട ഈ സുബഹിയുടെ നേരത്ത് കിട്ടുന്ന ഒരു ചായയും ഒരു ലഘുകടി ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയുന്ന ആ മോൻ 17 വയസ്സ് മാത്രം പ്രായമായി. കമ്പ്യൂട്ടറിൽ ഇരുന്ന് അല്പമൊക്കെ ചില ജോലി ചെയ്ത് കയ്യിലേക്ക് 40,000 50,000 രൂപയ്ക്ക് എത്തിയപ്പോ
പാപ്പയുടെ മുമ്പിൽ കൊണ്ടുപോയി ആ പൈസ വെച്ചിട്ട് പറഞ്ഞു, ഞാനൊരു 17 വയസ്സുള്ള മോനല്ലേ, ഞാന് ഹലാലായ മാർഗത്തിൽ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയല്ല, ഇതിന് എത്ര സക്കാത്ത് കൊടുക്കണം? വാപ്പാനെ ഏൽപ്പിച്ചു. അത് കൊടുക്കി, എനിക്കിതിൽ നിന്ന് ഇത്ര ക്യാഷ് വേണം, അതെന്റെ ഒരു ആവശ്യത്തിനാണ്. യൂണിഫോം ഇല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു കുടുംബത്തിലെ കുട്ടികളെ ആരും അറിയാതെ ഒരു 17 വയസ്സുള്ള കുട്ടി അവിടെ ചെന്ന് സംസാരിച്ച്, അതിന്റെ പേരിൽ നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ, ആരും അറിയണ്ട, യൂണിഫോമിനുള്ള ക്യാഷ് തരാം. അങ്ങനെ ഒരു 17 വയസ്സിൽ വലിയൊരു പ്രായത്തിൽ കാണിക്കേണ്ട പക്വത കാണിച്ച ആ കൂട്ടുകാരന്റെ പൊന്നുമോൻ, മൂത്തമോൻ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സുബഹി ജമാഅത്തിന് പള്ളിയിൽ വന്ന് ദിക്റുകൾ ചൊല്ലി വീട്ടിലേക്ക് മടങ്ങിയിട്ട് ഉമ്മാനോട് പാപ്പാനോട് പറഞ്ഞു, എന്നും ഞാനാ ചായ ഉണ്ടാക്കില്ല, ഇന്ന് എനിക്ക് എന്തോ അസ്വസ്ഥത തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് മേലെ പോവാമെന്ന് പറഞ്ഞ് മേലെ റൂമിലേക്ക് പോയി. അതേ വേഗതയിൽ തിരിച്ചു വന്ന് ഉപ്പ സഹിക്കാൻ പറ്റുന്നില്ല, തലവേദന, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ആ കുട്ടി കുറച്ചുകൂടി സീരിയസ് ആയി ഹോസ്പിറ്റൽ വെച്ച് ലോകത്തോട് വിട പറഞ്ഞു. സർവശക്തനായ അള്ളാഹു ആ മോനെ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. വിട പറഞ്ഞപ്പോഴാണ് പലരും അവനെ കുറിച്ച്, 17 വയസ്സ് മാത്രം പ്രായമുള്ള മോനെ കുറിച്ച് നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഖബറിന്റെ അടുത്ത് വെച്ച് ആ വാപ്പ പതുക്കെ പതുക്കെ, എന്റെ മൂത്തമോൻ പോയി, സാരമില്ല, അവനുള്ള സ്വർഗം കൊടുക്കുമെന്നിങ്ങനെ വിതുമ്പി വിതുമ്പി പതുക്കെ പറയുന്നത് നമുക്ക് കേൾക്കാമായി. അങ്ങനെ പലരും നമ്മുടെ ഈ പള്ളിയിലെ ഒന്നാമത്തെ സഫിലിരിക്കുന്ന ഇന്ന് ബാങ്ക് വിളിച്ച യൂസുഫ് കൈയുടെ മോൻ 17 വയസ്സായി. അല്ലാഹു ആ മോനും മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. എന്നും ഒറ്റയ്ക്ക് കിടക്കുന്ന 17 വയസ്സുള്ള മക്കളൊക്കെ ഒറ്റയ്ക്ക് കിടക്കുക. പക്ഷെ മരിക്കുന്നതിന്റെ തലേ ദിവസം ഒരു വാശി പോലെ ഞാനൊന്ന് ഉമ്മയുടെ അടുത്ത് കിടക്കട്ടെ എന്ന് ചോദിച്ച് തലേ ദിവസം ഉമ്മയുടെ കൂടെ കിടന്ന് പിറ്റേ ദിവസം ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയ യൂസുഫ് കൈയുടെ മോൻ അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ഞാനിത് പറഞ്ഞത് യാത്രക്കിടയിൽ ഞാൻ സുബഹി നമസ്കരിക്കാൻ കയറിയ പള്ളിയിൽ അവിടുത്തെ ഇമാമ് നിസ്കാരം കഴിഞ്ഞിട്ട് പറയുന്നു, നിങ്ങളൊക്കെ അറിഞ്ഞില്ലേ, 39 വയസ്സുള്ള 3 കുട്ടികളുടെ വാപ്പ മരിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ? നിങ്ങളൊക്കെ അതിൽ പങ്കെടുത്തവരല്ലേ മയ്യത്ത് നമസ്കാരത്തിൽ? എന്നാൽ ആ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി വന്ന 20-കാരനായ ഒരു സഹോദരൻ ഈ നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഒരു ലോറിയുമായി വാഹനമിടിച്ച് ആ മോൻ മരിച്ച വിവരം കൂടി അറിയിക്കുകയാണ് എന്ന് ഇന്ന് സുബഹി നിസ്കരിക്കാൻ കയറിയ പള്ളിയിൽ വെച്ച് പറയുന്നത് കേട്ടപ്പോൾ, സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിക്ക്, ആ ഇമാം വിതുമ്പിക്കൊണ്ടാണ് അത് പറയുന്നത്. 39 വയസ്സുള്ള 3 മക്കളെ ഉപ്പ ആ മക്കളെ അനാഥനാക്കി, അള്ളാഹുവിന്റെ തീരുമാനമാണ്. ആ ഭാര്യയെ വിധവയാക്കി യാത്ര പോയി. അതിൽ പങ്കെടുക്കാനെത്തിയ കുടുംബത്തിൽപ്പെട്ട ഒരു 20-കാരനായ ചെറുപ്പക്കാരൻ തിരിച്ചു പോകുമ്പോ ഒരു വാഹനവുമായി ഇടിച്ച് അവൻ മരിച്ചു എന്ന വിവരം ആ മഹലിൽ അറിയിക്കുമ്പോ, സുഹൃത്തുക്കളെ, എത്രയെത്ര മരണങ്ങളാണ് നമ്മെ ആലോചനാ നിമഗ്നരാക്കി മാറ്റുന്നത് എന്ന് പറയാനാണ് ഞാൻ ഈ കാര്യം നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നത്. തൗഹീദുള്ളവരെ, അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ, എല്ലാ നേർച്ചകളും വഴിപാടുകളും റബ്ബിന്റെ മുമ്പിൽ മാത്രം സമർപ്പിക്കുന്ന മുവഹിദുകളെ, എന്റെയും നിങ്ങളുടെയും മരണം ഇന്നല്ലെങ്കിൽ നാളെ, ഈ നിമിഷമല്ലെങ്കിൽ അടുത്ത നിമിഷം സംഭവിക്കാനുള്ളതാണ്. ഞാൻ ആ പദം അടിവരയിട്ട് വിളിച്ചത് ബോധപൂർവമാണ്. മുവഹിദുകളെ എന്ന് വിളിച്ചത് തൗഹീദുള്ളവരാണെങ്കിൽ നമുക്ക് ആശ്വസിക്കാം, സമാധാനിക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ മരണം സംഭവിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയാത്തവരായി ശിർക്കിലകപ്പെട്ടവരായി മരിച്ചുപോയാൽ എത്ര വലിയ ചങ്കായ കൂട്ടുകാരുണ്ടായിട്ടും കാര്യമില്ല. ഖബറിന്റെ അടുത്ത് 10,000 ഒരുമിച്ച് ചേർന്നിട്ടും പ്രയോജനമില്ല. എന്റെയും നിങ്ങളുടെയും ലൈഫിൽ അള്ളാഹുവിനോട് നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ബാധ്യതയാകുന്ന ആ തൗഹീദ് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ
അള്ളാഹു നമ്മെ തിരിച്ചു വിളിക്കുമ്പോ പടച്ചവനിഷ്ടമില്ലാത്ത ഒരാളായിട്ടാണ്. ഈ ഭൂമിയുടെ എല്ലാ പളപളപ്പും ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ ജീവിത സൗകര്യങ്ങളെല്ലാം രാജി പറഞ്ഞ് നിൽക്കണമെന്ന് കൊതിച്ചിട്ട് കാര്യമില്ല, മോഹിച്ചിട്ട് പ്രയോജനമില്ല, കൊണ്ടുപോവുകയാണ്. ആ യാത്ര പ്രിയപ്പെട്ടവരെ ദുർഘടകരമായ, അപകടകരമായ, സങ്കടകരമായ യാത്രയാണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്ര ആഗ്രഹങ്ങൾ ഉണ്ട് പലർക്കും, എന്തൊക്കെ മോഹങ്ങളുണ്ട് പലർക്കും. ചില പണ്ഡിതന്മാർ ആ കാര്യത്തെ കുറിച്ച് പറയുന്നത്, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇന്നൽ മൗത ലഖദ് ഖദ്ദറ അലാ അഹ്ലി നഈം നഈമഹും. ശ്രദ്ധിച്ചു നോക്കുക ആ പദം നിങ്ങൾ. ഫൽതമിസു നഈമൻ ലാ മൗത ഫീഹി. കോടീശ്വരനായി ജീവിക്കുന്ന, പണത്തിന്റെ എല്ലാ ആസ്തിയും ബാക്ക്ഗ്രൗണ്ടും ഉള്ളവനായി ജീവിക്കുന്ന, എനിക്കൊന്നും പ്രശ്നമില്ല എന്ന് തോന്നിയ വിധത്തിൽ ജീവിക്കുന്ന ആളുകളോട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, നിങ്ങളുടെ സർവ്വ നഈമുകളെയും, എല്ലാ നിങ്ങൾക്ക് കിട്ടിയ സർവ്വ അനുഗ്രഹങ്ങളെയും പ്രിയപ്പെട്ടവരെ കലുഷിതമാക്കിക്കൊണ്ട്, തകർത്തെറിഞ്ഞുകൊണ്ട്, സ്വപ്നങ്ങളെല്ലാം തകർത്തെറിഞ്ഞ്, അവിടെ ഒരു ലോഡ്ജിന്റെ പണി നടക്കുന്നുണ്ട്, ഇവിടെ ഫ്ലാറ്റിന്റെ പണി നടക്കുന്നുണ്ട്, അവിടെ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി റെഡിയായിട്ടുണ്ട്, ബിസിനസ്സുകൾ പലതും തുടങ്ങി വെച്ചിട്ടുണ്ട്, പല മനക്കോട്ടകളും നമ്മൾ കെട്ടിയിട്ടുണ്ട്, കയ്യിൽ ആസ്തിയുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ ഫിനാൻഷ്യൽ സപ്പോർട്ടുണ്ട്. പക്ഷേ ഈ മഹാനായ പണ്ഡിതൻ പറയുകയാണ്, സർവ്വ അനുഗ്രഹങ്ങളെയും കലുഷിതമാക്കിക്കൊണ്ട് ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് വരാനിരിക്കുന്ന മരണം. നിങ്ങൾ ഈ ബിസിനസിനെ കുറിച്ചും, ഈ പണം സമ്പാദിക്കുന്നതിനെ കുറിച്ചും, ഈ ബിസിനസിന്റെ ഓട്ടത്തെ കുറിച്ചും നിങ്ങൾ പ്ലാൻ ചെയ്ത്, ഇന്നത്തെ മണിക്കൂർ എങ്ങനെയാവണം, നാളെ എവിടെയാകണം, മറ്റന്നാൾ എവിടെയാകണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് നിങ്ങൾ റെഡിയാക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ സർവ്വ അനുഗ്രഹങ്ങളെയും തട്ടിമാറ്റി കലുഷിതമാക്കി സർവ്വതിനെയും മുറിച്ചു കളഞ്ഞ് നിങ്ങളുടെ മുന്നിലേക്ക് വരാനിരിക്കുന്ന മരണം, അതുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കണേ, നഈമൻ ലാ മൗത ഫീഹി. മരണം സംഭവിക്കാത്ത അനുഗ്രഹത്തെ കുറിച്ച്, സ്വർഗത്തെ കുറിച്ച് നിങ്ങൾ കൃത്യമായി പഠിച്ചു. അത് മുറിഞ്ഞു പോകാത്ത ഒന്നാണ്. കച്ചവടം തുടങ്ങി വെച്ചത് നമ്മളാണ്. അതിന്റെ ലാഭം കൊയ്യാൻ, പ്രോഫിറ്റ് കൊയ്യാൻ നമ്മൾ ഉണ്ടാകണമെന്നില്ല. ഒരുപക്ഷെ നമ്മുടെ മക്കളായിരിക്കും അതിന്റെ സത്ഫലങ്ങളെ അനുഭവിക്കുക, അല്ലേ? മക്കൾക്ക് വേണ്ടി പുരയിടം വാങ്ങി, സ്ഥലം വാങ്ങി, വീട് കെട്ടി, വരുമാനങ്ങൾ ഉണ്ടാക്കി, ഒരുപക്ഷെ അത് ആസ്വദിക്കാൻ പാടുപെട്ട് പണിയെടുത്ത് ഒപ്പക്ക് സാധിക്കണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു നഈമുണ്ട്, അനുഗ്രഹമുണ്ട്, അത് സ്വർഗമാണ്. ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ അന്വേഷണം നടത്തിക്കോളൂ എന്നാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയും. സത്യല്ലേ? ആളുകൾ മക്കൾക്ക് വേണ്ടി ഓടി, ഭാര്യക്ക് വേണ്ടി ഓടി, മാതാപിതാക്കൾക്ക് വേണ്ടി ഓടി, അതൊക്കെ വേണം, വേണ്ടെന്നല്ല ഈ പറയുന്നത്. എന്നിട്ട് അള്ളാനെ മറന്നു. നമ്മുടെ ലൈഫിൽ കൃത്യമായ നമസ്കാരത്തിന്റെ കാര്യത്തിൽ, ജമാഅത്തിന്റെ കാര്യത്തിൽ, സ്വതക്കയുടെ കാര്യത്തിൽ, സക്കാത്തിന്റെ കാര്യത്തിൽ, പടച്ചവന്റെ മാർഗത്തിൽ, ആളുകളെ ദഅവത്ത് ചെയ്യുന്ന മാർഗത്തിൽ, ദീനിന്റെ പ്രോജ്വലമായ ഈ വടിയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന മേഖലയിൽ ശിർക്കിന്റെ കൂടാരങ്ങളിൽ കിടക്കുന്ന ആളുകളോട് അരുത് എന്ന് പറയാൻ, കുടുംബങ്ങളിൽ അന്ധവിശ്വാസങ്ങൾ പേറുന്നവരോട് പാടില്ലെന്ന് പറയാൻ സമയം കിട്ടാതെ ബിസിനസിന് വേണ്ടി ഓടിയവരെ എന്തുണ്ടാകും ബാക്കി? എന്തുണ്ടാകും ബാക്കി? അതുകൊണ്ട് അന്വേഷിക്കേണ്ടത് മരണാനന്തരമുള്ള ഒരു ലോകത്തിൽ അനുഗ്രഹത്തെ കുറിച്ചാണ്. ആ ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകരുത് എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, മൻ അക്സറ ദിക്റൽ മൗത്ത് റുസിക സലാസത അഷ്യാ. നിങ്ങൾ മരണത്തെ കുറിച്ച് ധാരാളം ഓർക്കുന്നുവെങ്കിൽ, കച്ചവടത്തിലേക്ക് ഇറങ്ങുമ്പോ, ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോ, ട്രെയിൻ കയറുമ്പോ, ഫ്ലൈറ്റിന് വേണ്ടി കാത്തിരിക്കുമ്പോ, ബസ്സിന് വേണ്ടി കാത്തിരിക്കുമ്പോ, ഒരു യാത്രക്കൊരുങ്ങുമ്പോ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ മുച്ചൂട് രംഗങ്ങളിൽ ഏത് ഘട്ടത്തിന് വേണ്ടി നിങ്ങൾ കാലെടുത്തു വെക്കുമ്പോഴും മരണത്തെ കുറിച്ച് നിങ്ങൾ ഓർക്കാൻ കഴിയുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ
നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും, വേഗത കിട്ടും. ഒന്ന്, തഅജീല തൗബ. ചെയ്തു പോയ തെറ്റുകൾ ഇങ്ങനെ ഓർത്തിട്ട്, റബ്ബേ ഞാനൊരു യാത്രക്ക് പോവുകയാണ്, ഇന്നലകളിൽ എന്റെ ഭാഗത്ത് ഇന്ന മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്, റബ്ബേ ഇന്നലകളിൽ എന്റെ വാക്കിൽ ഇന്നത് പറ്റിയിട്ടുണ്ട്, ഉമ്മയോട് ഇങ്ങനെ സംസാരിച്ചു പോയിട്ടുണ്ട്, വാപ്പയോട് ഇങ്ങനെ സംസാരിച്ചു പോയിട്ടുണ്ട്, അയൽപ്പക്കക്കാരോട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവേ ഒരു യാത്ര ഇറങ്ങുകയാണ്. ഞാൻ കെട്ടിയുണ്ടാക്കിയ നീ തന്ന തൗഫീഖിനാൽ ഞാൻ കെട്ടിയുണ്ടാക്കിയ വീട്ടിലേക്ക് ഇനി മടങ്ങി വരാൻ കഴിയുമോ എനിക്കറിയില്ല. അതുകൊണ്ട് റബ്ബേ പുറത്തു നൽകണേ, മാപ്പ് നൽകണേ എന്ന ആ പശ്ചാത്താപത്തിന്റെ മനസ്സ് വേഗതയിലാവും. മരണമോർമ്മയുണ്ടായി. രണ്ട്, വഖനാഅത്തുൽ ഖൽബ്, ഹൃദയത്തിന് തൃപ്തി കിട്ടും. മരണത്തെ കുറിച്ച് എപ്പോഴും ഓർക്കുന്ന ഒരാൾ, അയാളുടെ ഖൽബിൽ നല്ല തൃപ്തി ഉണ്ടാവും. ആ മരണത്തെ എങ്ങനെ ഓർക്കുമ്പോ ആ മരണത്തിന് വേണ്ടി അയാൾ റെഡിയാവും. നമുക്കറിയില്ല, ചിലപ്പോ ഇനിയും കുറെ വർഷങ്ങൾ കിട്ടിയേക്കാം. പക്ഷെ മരണത്തിന് വേണ്ടി ഇങ്ങനെ റെഡിയാകുമ്പോ ഹൃദയം ഇങ്ങനെ പറയും, സാരല്ല, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് റബ്ബ് എന്നെ എപ്പോ തിരിച്ചു വിളിച്ചാലും ഞാൻ തൃപ്തവാനാണ്. അല്ലാഹുവേ എനിക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. പക്ഷെ നീ ഇന്ന് വിളിച്ചാലും ഞാൻ തൃപ്തവാനാണ്. ഞാൻ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട്, ഞാൻ പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്നത്തെ സുബഹി ജമാഅത്ത് ഭംഗിയായി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നലകളിലെ ജമാഅത്ത് എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. എന്റെ സാമ്പത്തികമായ രംഗത്ത് 2.5% കണക്ക് കൂട്ടി ഞാൻ സക്കാത്ത് നിർബന്ധ ദാനം കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ ധാരാളം കൊടുത്തിട്ടുണ്ട്. റബ്ബേ നീ എനിക്ക് വർദ്ധിപ്പിച്ചു തന്നിട്ടുണ്ട്. നിന്റെ പരീക്ഷണമായ ഈ പണം പടച്ചവനെ നിനക്ക് ഇഷ്ടമില്ലാത്ത മാർഗത്തിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇതൊക്കെ ഒരു ഉറപ്പുണ്ടെങ്കിൽ ആ മരണം നിന്നെ തേടിയെത്തുമ്പോ സമാധാനമല്ലാതെ മറ്റെന്ത് ലഭിക്കാനാണ്? ഹൃദയത്തിന് ഒരു ഖനാഅത്ത്, ഒരു സംതൃപ്തി നിനക്ക് മരണബോധം ഉണ്ടാക്കി തരും. വനശാത്തൽ ഇബാദ, ഇബാദത്തിൽ നല്ല ഉന്മേഷം ഉണ്ടാവും. മറ്റത് കൈകെട്ടി നിൽക്കും, പക്ഷെ അങ്ങനെ ഒരു യാന്ത്രികമായ പ്രക്രിയ ആയിരിക്കും. മനസ്സിലായില്ലേ? ഒരാളെ ചതിച്ച് നിസ്കരിക്കുന്ന ആളാ, പക്ഷെ ഇങ്ങനെ കൈകെട്ടി നിസ്കരിക്കുന്നുണ്ടാവും, പക്ഷെ മനസ്സിന് സുഖം ഉണ്ടാവില്ല, ഇബാദത്തിന് ഉന്മേഷം ഉണ്ടാവില്ല, ഇഖ്ലാസ് ഉണ്ടാവില്ല. അതൊരു യാന്ത്രിക പ്രക്രിയയാണ്. എല്ലാവരും വെള്ളിയാഴ്ച വന്നു, ഞാനും വന്നു, എല്ലാവരും വെള്ളിയാഴ്ച വന്നു, ഞാനും വന്നു. അതിനപ്പുറം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കൊടുക്കേണ്ടത്, നമ്മൾ പറയേണ്ടത്, നമ്മൾ തീർക്കേണ്ടത് ഇതെല്ലാം ചെയ്ത്, പ്രിയപ്പെട്ടവരെ ഇന്ന് മരണം വരാം. എന്റെ കൂടെ പഠിച്ചവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്റെ അതേ ബെഞ്ചിൽ ഇരുന്നവർ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അടുത്ത നിമിഷം ഞാനായിരിക്കാം എന്ന ഓർമ്മ വന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്ത് ഈ പള്ളിയിൽ ജുമുഅക്ക് വന്നിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ ഖുത്ബ കർണപുടങ്ങളിലൂടെ കേട്ട് തലച്ചോറിലേക്കും ഹൃദയത്തിലേക്കും കയറി ചെന്ന് അവിടെ ഒരു മാറ്റത്തിന്റെ വിപ്ലവം സൃഷ്ടിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബഹളം, ഒരു ഒച്ചയല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. ഇബാദത്ത് ചെയ്യുമ്പോ സമാധാനത്തോടുകൂടി ഇബാദത്ത് ചെയ്യാൻ സാധിക്കും നമുക്ക്. അതിന് മരണബോധം നമ്മുടെ കൂടെ ഉണ്ടാകണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശമ്പളം കൊടുത്ത്, സാലറി കൊടുത്ത ഒരാളെ നിർത്തി. എന്താ ജോലി അറിയോ? എന്താ ജോലി? കൂടെ എങ്ങനെ വരിക? മാർക്കറ്റിൽ പല കോപ്രായങ്ങളും ഉണ്ടാവും. മാർക്കറ്റിലേക്ക് പോവുക, അപ്പൊ ഒരാളെ കൂട്ടുക, നല്ല പടച്ചോനെ പേടില്ല ഒരാളെ കൂട്ടുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നന്നായി അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളാ. എന്നിട്ട് അദ്ദേഹം പറയണത്, എന്റെ കൂടെ വാ. എന്തിനാ വരുന്നത് ചോദിച്ചു. നീ മാർക്കറ്റിലെത്തി പല കോപ്രായങ്ങളും കാണുമ്പോ ഉമറേ മൗത്ത് മൗത്ത് എന്നിങ്ങനെ പറഞ്ഞാൽ മതി, അതാ എന്റെ പണി, വേറെ ഒരു പണിയില്ല. സാധനങ്ങൾ പിടിക്കണ്ട, ഭാരെടുക്കണ്ട, ഒന്നും വേണ്ട, എന്റെ കൂടെ വരിക, മരണം മരണം എന്നിങ്ങനെ പറയാ. നമ്മളിങ്ങനെ മാർക്കറ്റിൽ ഇറങ്ങുമ്പോ അവിടെ പല കോപ്രായ അപ്പൊ അങ്ങനെ നോക്കി നിൽക്കും. ചിലപ്പോ കാണാൻ പറ്റുന്നതാവും, കാണാൻ പറ്റാത്തതാവും. അപ്പൊ അവിടെ ഇങ്ങനെ നോക്കി നിന്ന് അപ്പൊ ഒന്ന് തട്ടിയിട്ട് ഉമറേ മരണം എന്ന് പറഞ്ഞാൽ മതി, അതാ ഡ്യൂട്ടി. മനസ്സിലായില്ലേ? അതാ ഡ്യൂട്ടി. അതിനെനിക്ക് കാശേര വെറുതെ വരണ്ട, ഇടയ്ക്കിടയ്ക്ക് എന്റെ കൂടെ ഇങ്ങനെ വന്ന് ഇത് പറഞ്ഞാ മതി എന്നാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടുകാരനോട് പറയുന്നത്. അല്ലേ? നമ്മൾ സ്വയം പ്രിയപ്പെട്ടവരെ ഈ ഒരു അർത്ഥത്തിൽ മരണത്തെ കുറിച്ചൊക്കെ ചിന്തിക്കാറുണ്ടോ എന്ന് നമ്മൾ ഗൗരവമായി ആലോചിക്കണം.
കാരണം നമുക്കാർക്കും ഓടി രക്ഷപ്പെടാൻ പറ്റാത്ത ഇത്ര ഉറപ്പുള്ള ഒരു കാര്യം, നിരീശ്വരവാദിക്ക് പോലും ഉറപ്പുള്ള കാര്യം, ഏത് നിഷേധിക്കും ഉറപ്പുള്ള കാര്യം, ജനിച്ചോ ഇനി ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകണം. ഖുർആൻ പറഞ്ഞ ശൈലി എന്താ? ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു. കണ്ടോ ആ ശൈലി നോക്ക് നിങ്ങൾ. ഖുൽ പറയൂ നബിയേ, എന്താ പറയേണ്ടത്? ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു. നീ ഓടി അകലുന്ന ആ മരണമുണ്ടല്ലോ, രക്ഷപ്പെടാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എബവ് 70 എബവ് 80 ഒക്കെ ആയ ആളും ആഗ്രഹിക്കുന്ന എന്താണ്? കുറച്ചുകൂടി കാലം ജീവിക്കണമെന്നതാണ്. അതിനാ നമ്മള് ഒരു ക്രിട്ടിക്കൽ സർജറി വേണമെന്ന് പറഞ്ഞാലും ശരി, വിറ്റ് പൊറുക്കിയിട്ടാണെങ്കിലും നമ്മൾ എന്തിനാ ചെയ്യുന്നത്? ആഗ്രഹമുണ്ട് എല്ലാവർക്കും ഇവിടെ ജീവിക്കാൻ. ഖുർആൻ പറയാ, നിങ്ങൾ ഓടി അകലുന്ന മരണമുണ്ടല്ലോ. എവിടെ നിന്ന്? നിങ്ങൾ ഏത് കോട്ടകുത്തലങ്ങളിൽ പോയി ഒളിച്ചാലും ശരി, ഖുർആൻ മറ്റൊരായത്തിൽ പറഞ്ഞതാ, നിങ്ങൾ കെട്ടിയുണ്ടാക്കപ്പെട്ട കോട്ടകൾക്കുള്ളിൽ പോയി ഒളിച്ചാലും നിങ്ങളെ പിടികൂടുന്ന മരണം. അങ്ങനെ ഇന്ന സ്ഥലത്ത് മാത്രം ഇരുന്ന മരിക്കൂല എന്ന് പറഞ്ഞാൽ ആളുകളവിടെ പോയി ഇരിക്കാൻ റെഡിയാണ്. ആളുകളവിടെ പോയി ഇരിക്കാൻ റെഡിയാവും. ഖുർആന്റെ ശരി നോക്ക് നിങ്ങൾ. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു. നിങ്ങൾ ഓടിയകലുന്ന മരണം, ആ മരണമുണ്ടല്ലോ, ഫഇന്നഹു മുലാഖീകും. നിങ്ങളെ കണ്ടുമുട്ടി പിടികൂടുക തന്നെ ചെയ്യും. അതിന് രക്ഷപ്പെടാൻ കഴിയില്ല. എന്നിട്ട് ദൃശ്യവും അദൃശ്യവും അറിയുന്ന റബ്ബിന്റെ അടുക്കലേക്ക് നിന്നെ മടക്കിക്കൊണ്ടുപോകും. സംശയമുണ്ടോ? അവർ ഒരു നിരീശ്വരവാദിക്ക് പോലും ഡൗട്ടില്ല മരണത്തിന്റെ കാര്യത്തിൽ. മരിക്കും. ബാക്കി പരലോകമുണ്ടോ, ആ ഖബറിന്റെ വിചാരണ ഉണ്ടോ, അതൊക്കെ വേറെ. പക്ഷെ ഒരു നിരീശ്വരവാദി പോലും അംഗീകരിക്കും, മരിക്കും. ജനിച്ചോ ഇനി ലോകത്ത് നിന്ന് മരിക്കണം. അത് നിഷേധിക്കുന്ന ആരെങ്കിലും ലോകത്തുണ്ടോ? ആരുമില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 60ഉം 70ഉം 50ഉം 40ഉം അതിനിടയിൽ പ്രായമുള്ളവരും താഴെയുള്ളവരും ചെറുപ്പക്കാരും ഒക്കെ ഈ പള്ളിയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇനി തിരിച്ചു പോകണം. ഉറപ്പുള്ളൊരു കാര്യമാണ്, യാതൊരു ഡൗട്ടില്ലാത്ത വിഷയമാണ്. ആ തിരിച്ചു പോകാനുള്ള യാത്രക്കുള്ള ഒരുക്കം. ആദ്യമായി വിദേശത്തേക്ക് പോകുന്ന മോനോട് വാപ്പ എന്തൊക്കെ പറഞ്ഞു കൊടുത്തു, ഉമ്മ എന്തൊക്കെ പറഞ്ഞു കൊടുത്തു, ഇത് ശ്രദ്ധിക്കണേ, ഇന്നത് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. ആ എയർപോർട്ടിൽ ആദ്യമായിട്ട് പോകുന്ന ഒരാളോട് എന്തൊക്കെ ആ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പറഞ്ഞത്. എന്നാൽ എല്ലാ വെള്ളിയാഴ്ചയും ഒരു വാഹനത്തിലേക്ക് ഇന്ധനം കൊടുക്കുന്നത് പോലെ വിശ്വാസിയുടെ കൽബിനുള്ളിലേക്കുള്ള ദീനീപരമായ ഇന്ധനമാണ് ജുമഅയുടെ ഖുത്ബ. അത് കേട്ടിട്ട് എന്റെയും നിങ്ങളുടെയും മനസ്സ്, ഇന്ന് ഞാൻ മരിക്കുകയാണെങ്കിൽ എന്റെ നമസ്കാരത്തിന്റെ ബാഗ് ലഗേജ് റെഡിയാണോ? ചോദിച്ചോ? പരിശോധന നടത്തിയോ? എന്റെ സക്കാത്തിന്റെ ലഗേജ് റെഡിയാണോ? കണക്ക് കൂട്ടി അതിലെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. തീരുമാനമാക്കിയിട്ടുണ്ടോ? അയൽവാസിയോടുള്ള മര്യാദ പാലിച്ചിട്ടുണ്ടോ? അതിർ തർക്കമുണ്ടായിട്ട് വർഷങ്ങളായി, എന്നിട്ട് തീർക്കാനൊന്ന് വിളിച്ചിട്ട് മുഖം തിരിച്ച് നടക്കുന്നുണ്ടോ? ഉണ്ടോ? എത്ര കൊല്ലായി ഒരു ചെറിയ അതിര് തർക്കം? ഒന്ന് 4 ആളെ കൂട്ടി ഒരു കുറ്റി അടിക്കാനേ ഉള്ളൂ. അതിന് സമയമില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല. നിനക്ക് ഇഷ്ടം പോലെ സമയം കിട്ടുന്ന ഒരു ടൈം നിന്റെ മുമ്പിൽ വരാനുണ്ട്. മൂക്കിൽ പല്ലി വെച്ച് ധൃതിയൊന്നും ഇല്ലാതെ നിന്നെ കടത്തുന്ന ഒരു സമയമുണ്ട്. അപ്പൊ പിന്നെ ആലോചിക്കാൻ പറ്റുമോ? കഴിയില്ല. എത്ര പ്രാവശ്യം പറഞ്ഞു, കെഞ്ചി നോക്കി, ഇല്ല. ഞാൻ അന്ന് പ്രളയത്തിന്റെ ഒരു രംഗം ഓർക്കുക കേട്ടോ, നിങ്ങളൊക്കെ കേട്ടതാണ്. ഒറ്റൊന്ന് ഓർക്കുകയാണ്. എന്താ അറിയോ? നമ്മളിങ്ങനെ മയ്യത്തൊക്കെ വെള്ളത്തിലൂടെ ഇങ്ങനെ ഒലിച്ചു വന്നപ്പോ 260-ലധികം മയ്യത്താൽ ഞങ്ങളെ നാട്ടിൽ നിന്ന് വയനാടിന്റെ ചെറിയ ദുരന്തം ഉണ്ടായപ്പോ ബോഡി കിട്ടിയത് 260-ലധികം മയ്യത്ത്. ചിലത് മുഴുവനാണ്, ചിലത് പാതിയാണ്. അതില് കുറച്ചുകൂടി മുകളിൽ വയനാടിന്റെ ആ കുത്തി ഒലിച്ച ഒഴുക്കിൽ ഇങ്ങനെ ഒലിച്ചു വരുന്ന ഒരു അലമാര, അതെടുത്ത് എല്ലാവരും കൂടി ഇങ്ങനെ പുറത്തേക്ക് വെച്ചപ്പോ അലമാരയിൽ എന്തൊക്കെയുണ്ട് നോക്കിയപ്പോ കുറച്ച് ഫയലുകളുണ്ട്, ഒരു ലെറ്റർ ഉണ്ട്. ആ ലെറ്ററിൽ എന്താ അറിയോ? നമ്മൾ 10-20 കൊല്ലായിട്ട് ഈ വടിയുടെ പേരിൽ തർക്കിക്കുകയാണ്. ഞങ്ങള് അയൽവാസിയുടെ പേര് വെച്ചിട്ടുണ്ട്, എഴുതുന്ന ആളെ പേര് വെച്ചിട്ടുണ്ട്, വില്ലേജ് ഓഫീസർക്കുള്ള കത്താണ്, തഹസിൽദാർക്കുള്ള കത്താണ്, കലക്ടർക്കുള്ള കത്താണ്, എല്ലാവർക്കുള്ള ലെറ്ററാണ്. ഞങ്ങൾ 10-20 കൊല്ലമായി ഈ വടിയുടെ കാര്യത്തിൽ തർക്കത്തിലാണ്. ഒരുപാട് തവണ ആളുകളെ വിളിച്ചുകൂട്ടി മദ്യം പറഞ്ഞു നോക്കിയിട്ടുണ്ട്, ശരിയായിട്ടില്ല.
റിക്കാർഡിക്കലായ വഴി ഞങ്ങളുടേതാണ്. പക്ഷേ അയാൾ പറയുന്നു അയാളുടേതാണ്. അതുകൊണ്ട് വേലിയടക്കും, വേലി തുറക്കും, വേലിയടക്കും, വേലി തുറക്കും, തല്ലുണ്ടാകും, പ്രശ്നമുണ്ടാകും. ഈ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇവിടെ ഇനി സംഭവിക്കാൻ പോകുന്നത് വലിയ അപകടമായിരിക്കും എന്ന മുന്നറിയിപ്പോടുകൂടി ഒരു റിക്വസ്റ്റ് കലക്ടർ താഴോട്ടുള്ള ആളുകൾക്ക് കൊടുക്കാൻ എഴുതി വെച്ച ലെറ്റർ, ഇന്ന് പകലിൽ ഡേറ്റ് ഇട്ട് എഴുതി വെച്ച ആ ലെറ്റർ അതിങ്ങനെ ഒലിച്ചു വരുന്നു. ഒരു അലമാരയടക്കം അല്ലേ, എഴുതിയാളും മണ്ണിനടിയിലായി. ആരെക്കുറിച്ചാണോ പരാതി പറയാനുണ്ടായിരുന്നത് അയാളും മണ്ണിനടിയിലായി. ഇനി തീർപ്പ് കൽപ്പിക്കാനൊന്നുമില്ല, വീടുമില്ല, വടിയുമില്ല, വീടിന്റെ തറ പോലും ബാക്കിയില്ല. സർവ്വതും ഉറച്ച ശബ്ദത്തോടുകൂടി വന്ന, മുഴക്കത്തോടുകൂടി വന്ന ആ മണ്ണിടിച്ചലിൽ പ്രിയപ്പെട്ടവരെ, ആ വീടും ആ വീടിന്റെ തറയും ഞങ്ങളുടേതാണ് എന്ന് വാദിക്കുന്ന വടിയും ആ വീടിന്റെ തറ പോലും ഒലിച്ചുപോയി. പിറ്റേ ദിവസം എവിടെയായിരുന്നു ആ തറ എന്ന് പറയാൻ പോലും പറ്റാത്ത വിധത്തിൽ ആ നാട് അല്ലാഹു തആലയുടെ ഒരു പരീക്ഷണം കടന്നു വന്നപ്പോ, ഇനി ആ കുടുംബത്തിൽ ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടവരുണ്ടെങ്കിൽ അവർ ചിന്തിക്കുക, കൊടുക്കാമായിരുന്നു ആ വഴി, തർക്കം തീർക്കാമായിരുന്നു, ബാപ്പ പോയില്ലേ, ഉമ്മ പോയില്ലേ എന്ന് ചിന്തിച്ചിട്ട് എന്ത് പ്രയോജനമാകും? എത്ര കൊല്ലായി തർക്കം തുടങ്ങിയിട്ട്? 20 കൊല്ലായി. 2 ദിവസമല്ല, 20 വർഷം. അതൊക്കെ നമ്മളെ ലൈഫായിട്ടൊന്ന് തട്ടിച്ചോളി. പല ചെറിയ ചെറിയ പ്രശ്നം ഉണ്ടാവും. എളാപ്പി മുത്താപ്പയായിട്ട്, വാപ്പാന്റെ കുടുംബമായിട്ട്, ഉമ്മാന്റെ ഫാമിലി ആയിട്ട് ആ പ്രശ്നം തീർക്കണം എന്ന് സമയം തരാതെ ചിലപ്പോൾ റബ്ബ് നിന്നെ തിരിച്ചു വിളിക്കും. അവസരങ്ങളേറെ നൽകിയിട്ടും, ഫേസ് ടു ഫേസ് അവരെ കാണാനുള്ള അവസരം ഉണ്ടായിട്ടും തിരിഞ്ഞു നടന്നവരെ മറ്റൊരവസരം തരാതെ റബ്ബ് ചിലപ്പോൾ തിരിച്ചു വിളിക്കും. റബ്ബ് ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം സമയം പറയുന്ന ഒരു വാക്കുണ്ട്, ആ വാക്ക് കൂടി ഓർമ്മിക്കുക, നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. ധാരാളം സമയം ഇങ്ങനെ പറയും സഹാബത്തിനോട്. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? അക്സിറു, നിങ്ങൾ വർദ്ധിപ്പിച്ചോളൂ, അധികമാക്കിക്കൊള്ളൂ. എന്താ അധികമാക്കേണ്ടത്? ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. നിങ്ങളുടെ സുഖങ്ങളെ, നിങ്ങളുടെ സൗകര്യങ്ങളെ, നിങ്ങളുടെ എല്ലാ സുഭിക്ഷതകളെയും സൗകര്യങ്ങളെയും മുറിച്ചു കളയുന്ന മരണമുണ്ടല്ലോ, ആ മരണത്തെ നിങ്ങൾ ഓർത്തോളൂ. എല്ലാം അവസാനിച്ചു. മക്കളെ കയ്യിൽ കോടികളുണ്ട്, ഹോസ്പിറ്റലിൽ വിവരം കിട്ടി, വാപ്പാക്ക് സീരിയസ് ആണ്, ഓടി വന്നു മൂത്ത മോൻ, ചെറിയ മോൻ, എന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ പൈസ എത്രയും ചെലവാക്കാൻ ഞങ്ങൾ റെഡിയാ, കോടികൾ ഇല്ലായാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങളെ വാപ്പ രക്ഷപ്പെടാം. അല്ല വിധിച്ചത് അന്ന് 4 മണിക്ക് തിരിച്ചു വിളിക്കാനാണെങ്കിൽ 4:01 ആവില്ല, കൊണ്ടുപോകും ഉറപ്പാ. ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് മുഅ്മിനായി, മുവഹ്ഹിദായി, മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കണം. അല്ലാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മുഅ്മിനായി മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ സർവശക്തനായ അല്ലാഹ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, മൻ അറാദ ഹുസ്നൽ ഖാത്തിമ, നിങ്ങൾ മരിക്കുമ്പോൾ നന്നായി നല്ല മരണം കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഫൽയുഹ്സിൻ സരീറതഹു, നിങ്ങളുടെ രഹസ്യ ജീവിതം നിങ്ങൾ നന്നാക്കിക്കോ, നിങ്ങളെ സിർ നന്നാക്കിക്കോ. പുറത്ത് അയൽവാസിക്ക് കാണുന്ന മുഖമാവില്ല, ഉള്ളിലെ ഹൃദയം. അതുകൊണ്ട് പണ്ഡിതന്മാരൊക്കെ ഹദീസൊക്കെ വെച്ചിട്ട് അവർ പറയുന്നത് വിശദീകരിക്കാൻ സമയമില്ല. എന്താ പറയുക? മൻ അറാദ ഹുസ്നൽ ഖാത്തിമ, നിന്റെ അവസാനം നന്നാവണം, മരിക്കുമ്പോൾ ഒരു നല്ല മനുഷ്യനായി മരിക്കണം എന്ന് നീ കൊതിക്കുന്നുണ്ടോ, ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഫൽയുഹ്സിൻ, നീ നിർബന്ധമായി നന്നാക്കണം. എന്ത്? നിന്റെ സിർ. മൊബൈലും പിടിച്ച് രാത്രി വാതിലടച്ച് ജനലടച്ച് നിന്റെ സിർ, നിന്റെ രഹസ്യം പല വഴികളിലൂടെയും കയറി പോവാ കേട്ടോ. വാതിലിന്റെ ആൾ മുട്ടുമ്പോ മൊബൈലൊക്കെ ആ പിറകോട്ട് പോയി എല്ലാ ഹിസ്റ്ററിയും ഡിലീറ്റ് ആക്കി നിന്റെ മുഖേ അവർക്ക് കാണൂ.
ചിരിക്കുന്ന മുഖം, ഇപ്പൊ വരികയാണില്ല, ഇരിക്ക് എന്ന് പറയുന്ന മുഖം മാത്രമേ കാണൂ. മൊബൈലിൽ നിന്ന് ഹിസ്റ്ററി ഡിലീറ്റ് ആക്കാം, പക്ഷെ കൽബിന്ന് ഡിലീറ്റ് ആക്കാൻ പറ്റില്ല. ആ കൽബറിയുന്ന അല്ലാഹ് രേഖപ്പെടുത്തി വെക്കും. കൽബറിയുന്ന അല്ലാഹ് അത് രേഖപ്പെടുത്തി വെക്കും. അതിങ്ങനെ രേഖപ്പെടുത്താൻ അല്ലാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, എനിക്ക് നല്ലൊരു മരണം കിട്ടണം, നല്ല മനുഷ്യനായി മരിക്കണം. ആളുകൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കട്ടെ വിചാരിക്കാതിരിക്കട്ടെ, അതൊന്നും പ്രശ്നമല്ല. അല്ലാഹ് എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചിട്ടുണ്ട് അത് അല്ലാഹ്ക്കറിയാലോ. നമ്മുടെ ഒറിജിനലാണല്ലോ അല്ലാഹ്ക്കറിയാം. നാട്ടുകാരെന്നെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്, പക്ഷെ അല്ലാഹ്ക്ക് ഹക്ക് അറിയുമെങ്കിൽ നമുക്ക് സമാധാനിച്ചൂടെ? ആളുകൾ പലതും പറഞ്ഞപ്പോഴും ഞാൻ ആ തെറ്റിൽ പെട്ടിട്ടില്ല. അല്ലാഹ്ക്ക് അറിയുമല്ലോ, നമുക്ക് ഒരു വിശ്വാസിക്ക് സമാധാനിച്ചുകൂടെ? ചിലപ്പോ ആളുകൾക്കിടയിൽ തിരുത്തി കൊടുക്കാൻ നമുക്ക് ശ്രമിക്കണം. തിരുത്താൻ പറ്റിയില്ലെന്ന് വരാം. ആളുകൾ എന്തും പറയട്ടെ, സംശയം ഉണ്ടാക്കുന്ന ഒരു പണിയും നമ്മൾ ചെയ്യാൻ പാടില്ല. പക്ഷെ അങ്ങനെ ഒന്ന് സംഭവിച്ചു, ആളുകൾക്ക് തെറ്റിദ്ധാരണ വന്നു. പക്ഷെ അല്ലാഹുവിനെ അറിയുമെങ്കിൽ ഒരു വിശ്വാസിക്ക് എന്ത് പേടിയാണ്? അല്ലാഹ് തിരുത്തിപ്പിക്കും ആളുകളെ കൊണ്ട്, സമയമെടുത്തിട്ടാണ്. അതുകൊണ്ട് നല്ല മരണം ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, സർവശക്തനായ റബ്ബിനെ ഓർക്കുക, ഭയപ്പെടുക. അത് എല്ലാ രഹസ്യത്തിലും പരസ്യത്തിലും ഓർക്കുക. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി, അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി മരണത്തോട് ഇങ്ങനെ അടുത്ത സമയത്ത് അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ലാ ബഅദ് ലാ ബഅദ്. അപ്പൊ ആളുകൾ ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ ആയിട്ടില്ല, ഇനിയും ആയിട്ടില്ല, ഇനിയും ആയിട്ടില്ല എന്നാ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇനിയും ആയിട്ടില്ല, ഇനിയും ആയിട്ടില്ല. അപ്പൊ ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്താ അങ്ങനെ പറയാൻ കാരണം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല, പിശാച് എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കുകയാണ്, അഹ്മദേ നീ എല്ലാ ഷർറിന്ന് രക്ഷപ്പെട്ടുട്ടോ. അപ്പൊ ഞാൻ അവനോട് കൊടുക്കുന്ന മറുപടിയാണ്, ലാ ബഅദ്, അതൊന്നും പറയാനായിട്ടില്ല, മരണം വരെ എനിക്ക് ഉറപ്പിക്കാൻ വയ്യ. പിശാചിന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കുന്നുണ്ട്, അഹ്മദേ നീ എല്ലാത്തിനും രക്ഷപ്പെട്ടുട്ടോ, എല്ലാ ഷർറിന്ന് രക്ഷപ്പെട്ടു കേട്ടോ എന്നിങ്ങനെ പിശാചിന്റെ മനസ്സിൽ ഇങ്ങനെ ദുർമന്ത്രണം നടത്തുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഉറക്കനെ പറയണേ, ലാ ബഅദ്, അതൊന്നും പറയാനായിട്ടില്ല, മരിക്കണ വരെ ഉറപ്പിക്കാനായിട്ടില്ല. ഉണ്ടോ സുഹൃത്തുക്കളെ? അപ്പൊ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? റബ്ബ് അവനെ സൂക്ഷിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, ഏറ്റവും നല്ല ചിന്തയുള്ള, ആലോചനയുള്ള, രഹസ്യവും പരസ്യവും നന്നാക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന അവന്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ മാധുര്യം അനുഭവിക്കുന്ന, ശിർക്ക് കലരാത്ത ജീവിതം നയിക്കുന്ന, അന്ധവിശ്വാസത്തിന്റെ മാറാപ്പുകൾ ഇറക്കി വെച്ച് എല്ലാറ്റിനോടും രാജി പറഞ്ഞു വിട പറഞ്ഞ് ഒരു നന്മയുടെ വഴിത്താരയിൽ മുന്നോട്ട് പോകുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ രോഗികളുണ്ട്, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട കുറെ ആളുകളുണ്ട്. അല്ലാഹുവേ, ആ രോഗത്തിന് ശമനം കൊടുക്കാൻ കഴിവുള്ളവനാണ് നീ. ശമനം കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ. വെള്ളിയാഴ്ച ദിവസം പോലും പള്ളിയിൽ വരാനാവാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഉപ്പക്ക് കാവലായി, ഉമ്മക്ക് കാവലായി, കുടുംബത്തിലെ ആളുകൾക്ക് കാവലായി, ഹോസ്പിറ്റലിന്റെ വരാന്തയിലിരിക്കുന്ന, അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ സമാധാനം കൊടുക്കണേ അല്ലാ, പ്രതിഫലം നൽകണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങളുടെ സഹോദരങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ സഹോദരന്മാർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ രക്ഷിതാക്കളിൽപ്പെട്ടവർ, ഞങ്ങളുടെ ബന്ധുക്കളിൽപ്പെട്ടവർ, വിശ്വാസികളിൽപ്പെട്ടവർ അല്ലാഹുവേ വിട പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെയും ഈ ജുമഅയുടെ സമയം തുടങ്ങുന്നതിന് മുമ്പ്, ജുമഅ തുടങ്ങി കഴിഞ്ഞ ശേഷമൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവർ മരണപ്പെട്ടിട്ടുണ്ടാവും. അല്ലാഹുവേ, നീ അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാക്കളുടെ, ഉമ്മമാരുടെ, ഉപ്പമാരുടെ തൃപ്തിയോടുകൂടി ജീവിക്കാൻ, അവരുടെ തൃപ്തിയോടുകൂടി ഞങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, അവർ മരിക്കുമ്പോൾ ഞങ്ങളെ കുറിച്ച് മനസ്സിൽ യാതൊന്നും, ഒരു വെറുപ്പിന്റെയും ഒരു ലവലേശം പോലും ബാക്കിയാവാതെ അല്ലാഹുവേ, മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തി ജീവിക്കാനും തൃപ്തിയോടുകൂടി അവർക്ക് മരിക്കാനും സാധിക്കുന്ന സാഹചര്യം നീ ഉണ്ടാക്കി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗഫർ للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين
المسلمين والمسلمات ربنا تقبل منا إنك أنت السميع العليم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم خلص قلوبنا من الرياء اللهم خلص قلوبنا من النفاق اللهم خلص قلوبنا من الشرك والكفر آمين آمين برحمتك يا أرحم الراحمين.